യാത്രാമേ ട്രാവൽ സൊല്യൂഷൻസ് ദുബായിൽ ജോലി അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് ഫുഡും അക്കോമഡേഷനും അതിന് കൂടെ ജോബ് അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. സാധാരണയായിട്ട് ഈ പാക്കേജ് എടുക്കാൻ വരുന്ന ആളുകൾ ഒരു ആഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേയൊക്കെയാണ് പാസ്പോർട്ട് ആയിട്ട് വരിക. എന്നിട്ട് അവർ പറയും നെക്സ്റ്റ് വീക്ക് പോകണം അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ചയിൽ പോകണം. അത് ധൃതി പിടിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് സാധാരണ കണ്ടുവരുന്നത്. നമ്മൾ ഏതാണ്ട് 20-നും 30-നും ഇടയിലുള്ള ആളുകളെ എല്ലാ മാസവും ദുബായിലേക്ക് അയക്കുന്നുമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ കാശ് കൊടുത്ത് നമ്മൾ ഒരു ജോബ് സെർച്ചിന് വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീ പ്ലാനിങ് ഉണ്ടായ വളരെ നല്ലതായിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രീ പ്ലാനിങ്ങിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ 45,000 രൂപയാണ് ഇപ്പോൾ പാക്കേജിന് റേറ്റ് വാങ്ങുന്നത്. അതിൽ കൂടെ അടുത്ത മാസം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ 25,000 രൂപ കൂടി വേണം. 70,000 രൂപ നമ്മൾ പാക്കേജിനായിട്ട് തന്നെ 2 മാസത്തേക്ക് ഒരാൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ഗോൾഡിനൊക്കെ വില കൂടിയതുകൊണ്ട് ആളുകൾക്കൊക്കെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ധാരാളം ആപ്ലിക്കേഷൻസ്, ധാരാളം ആളുകൾ പോകുന്നുമുണ്ട് പാക്കേജിനകത്ത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ പറഞ്ഞത്. പക്ഷേ ഈ കൊടുക്കുന്ന കാശ് കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നമുക്ക് ജോബ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വേക്കൻസീസ് ഒക്കെ അപ്ഡേറ്റ് കിട്ടാൻ സാധിച്ചാൽ വളരെ നല്ലതല്ലേ. ഉദാഹരണത്തിന് നിങ്ങൾ കേവലം 60 ദിവസത്തെ വിസ എടുത്തിട്ടാണ് ദുബായിൽ പോകുന്നത്. ആ 60 ദിവസത്തെ വിസ എന്ന് പറഞ്ഞാൽ 60 ദിവസം കൃത്യമാണ്. 61ാമത്തെ ദിവസം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൂടി നിന്ന് നോക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അബ്സ്കോണ്ട് ആയി പോകും. നിങ്ങൾ അവിടുന്ന് അബ്സ്കോണ്ട് ചെയ്ത് നിങ്ങൾ അവിടെ കയറ്റി അയക്കുന്ന സാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോഴും നിങ്ങൾ കാശ് കൊടുത്ത് വേണം വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും ചിലവാണല്ലോ. ഞാൻ പറയുന്നത് ഈ ആദ്യത്തെ 60 ദിവസം നമ്മൾ കുറച്ചും കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ, പ്രീ പ്ലാൻ ചെയ്താൽ, അതിലേക്കൊന്ന് ഒരുങ്ങി കഴിഞ്ഞാൽ ഒരുപാട് സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ. ഉദാഹരണത്തിന് 45,000 രൂപ നിങ്ങൾ തന്നിട്ട് ഒരു മാസത്തെ അക്കോമഡേഷനും 2 മാസത്തെ വിസ എടുക്കുമ്പോൾ ഏതാണ്ട് 1,500 രൂപ നിങ്ങൾക്ക് ആ ഇന്നത്തെ ദിവസവും അവിടെ ദുബായിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. പ്ലസ് നിങ്ങളെ ചെറിയ ചെറിയ എക്സ്പെൻസ്, യാത്രാ എക്സ്പെൻസുകൾ മറ്റൊക്കെ ആയിട്ട് എക്സ്ട്രാ വരുന്നുണ്ടോ, അത് ഞാൻ കൂട്ടിയിട്ടില്ല. ഇനി 2ാമത്തെ മാസത്തേക്ക് വിസ റിന്യൂ ചെയ്യുകയാണെങ്കിൽ 25,000 പാക്കേജ് റിന്യൂ ചെയ്യുകയാണെങ്കിൽ 70,000 രൂപ. അപ്പോഴും ഏതാണ്ട് ഒരു 1,200 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഡെയിലി നമ്മൾ പാക്കേജിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് എത്രയും നേരത്തെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ, ജോലി നേടാൻ സാധിച്ചാൽ അത് അത്രയും നല്ലതല്ലേ. അങ്ങനെ ചിന്തിച്ചൂടെ? അതിന് അത്തരത്തിലുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കാര്യം പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊരു എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രീ പ്ലാനിങ് എൻകറേജ് ചെയ്യാനും ഈ പോകുന്ന ആൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ബില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി ബില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു എക്സ്ട്രാ പേയ്മെന്റോ മറ്റൊന്നും പേ ചെയ്യേണ്ട. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് അധികമായിട്ടൊന്നും തരണ്ട. പകരം നിങ്ങൾ കുറച്ചും കൂടി സൗജന്യങ്ങൾ ഞങ്ങൾ തരികയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ 400 രൂപ ഈ അഡ്വാൻസ് അടക്കാം. ഈ പാക്കേജിന്റെ അഡ്വാൻസ് ആയിട്ട് 400 റുപ്പീസ്, കേവലം 400 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യാം. എക്സ്ട്രാ അല്ല, 45,000 പ്ലസ് 400 അല്ല, 45,000ന്റെ പാക്കേജ് എടുക്കാൻ വേണ്ടിയിട്ട് 400 രൂപ നിങ്ങൾ അഡ്വാൻസ് അടയ്ക്കുക. ഈ 45,000 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല, നമ്മളെ പാക്കേജ് റേറ്റിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ഇന്നത്തെ റേറ്റ് കണക്കൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ 400 രൂപ നിങ്ങൾ കേവലം 400 രൂപ നിങ്ങൾ അഡ്വാൻസ് അടിച്ചിട്ട് അടുത്ത മാസമോ അടുത്ത വർഷമോ ഒക്കെയാണ് നിങ്ങൾ പോകുന്നെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ, കൃത്യമായ ഒരു ഗൈഡൻസ്, അതായത് നിങ്ങൾ ഈ വിസ എടുത്ത് ടിക്കറ്റ് എടുത്ത് ദുബായിൽ പോയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഓരോ ദിവസവും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വാക്കൻസീസ് മാക്സിമം അപ്ഡേറ്റ്സ് കിട്ടാൻ സാധിക്കും. ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാക്കൻസീസ് ഒക്കെ എങ്ങനെ അറിയാൻ പറ്റും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി നിങ്ങൾ വാക്കൻസീസ് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുമല്ലോ. ഇതിലെങ്ങനെ ജോബ് ഹണ്ടിങ് പ്രോസസ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, ഇതൊക്കെ നമുക്കൊരു ട്രെയിനിങ് സെഷൻ പോലെ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ പുറമെ നിങ്ങൾ ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊരു ഡിസ്കൗണ്ട്, 2,000 രൂപയുടെ ഡിസ്കൗണ്ട് അവസാനം നിങ്ങൾ പാക്കേജ് എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് തരും. അതായത് നിങ്ങൾ ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്താൽ വെറും കേവലം 400 രൂപ. ഇതൊരു ഫിൽറ്ററിംഗ് പ്രോസസ്സും കൂടിയാണ്. കാരണം കാശില്ലാതെ നിങ്ങളെല്ലാം ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എൻക്വയറി തരുന്ന എല്ലാവരും ജോയിൻ ചെയ്യും. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല, ഒരാൾക്കൂട്ടം മാത്രമേ പറയും. ഒരു 150 പേരെ എടുത്തിട്ട് നമ്മൾ സാമ്പിൾ ട്രൈ ചെയ്യണം, എന്തായിരിക്കും അതിന്റെ റിസൾട്ട്. ഞങ്ങൾ എന്തായാലും അത് ആ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും തന്നെ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ ദുബായിലുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് ഇരട്ടി ബെനിഫിറ്റ് അല്ലെങ്കിൽ 3 ഇരട്ടി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കുക. നിങ്ങൾ ആ ജോബ് ഹണ്ടിങ് പ്രോസസ്സിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്ന ഒരു സിസ്റ്റം, ഒരു പുഷ് ഞങ്ങൾ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പാക്കേജ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി പ്രീ പ്ലാൻ ചെയ്യാതിട്ട് ഒന്ന് റെഡി ആയിട്ട് ഒന്ന് ഫിറ്റ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കേവലം 400 രൂപ മുടക്കിക്കൊള്ളൂ. അതും അഡ്വാൻസ് എമൗണ്ട് ആണ്. ആ ക്യാഷ് നിങ്ങൾ ടോട്ടൽ പേയ്മെന്റിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരും. പുറമെ ഇത് ഒരു എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഡ്രൈവിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,000 റുപ്പീസിന്റെ ഡിസ്കൗണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ ട്രാവൽ അടുത്ത മാസമോ അടുത്ത വർഷമോ അതിനടുത്ത വർഷം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന 150 പേർക്ക് ഇങ്ങനൊരു അവസരമുണ്ട്. നമുക്ക് നോക്കാം ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.